Hi students, welcome back to Prism online classes. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അവസാനമായിട്ട് പറഞ്ഞത് എററുകളാണ്. എറേഴ്സിനെ കുറിച്ച് പെർസെൻറ്റേജ് ഓഫ് എറർ വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഒരു എററും അതായത് കറക്റ്റായിട്ടൊരു വാല്യൂ മെഷർ ചെയ്താൽ അതിന് ട്രൂ വാല്യൂ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അറിയേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എറർ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? എറർ ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ഇതല്ലേ എറർ? ഇവിടെ നമുക്ക് ട്രൂ വാല്യൂ അതായത് നമ്മൾ മെഷർ ചെയ്താൽ ചെറിയ എറർ സംഭവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? അതിന് ട്രൂ വാല്യൂ യഥാർത്ഥ വില എത്രയാണെന്ന് അറിയണം. അപ്പോൾ ട്രൂ വാല്യൂ എങ്ങനെ കാണാം? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ, ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ഇതിൽ ട്രൂ വാല്യൂ എങ്ങനെ കാണാം? ട്രൂ വാല്യൂ ഈക്വൽ ടു നോക്കി, ട്രൂ വാല്യൂ ഇവിടെ വെച്ചു. ഈ ഇതിനും കൂടെ കൊണ്ടുവന്നാൽ മെഷേർഡ് വാല്യൂ ഇത് പ്ലസ് എറർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എറർ ഒന്നുകിൽ പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. നിങ്ങൾ എറർ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അതായത് അബ്സല്യൂട്ട് എറേഴ്സ് കണ്ട സമയത്ത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. പ്ലസ് ഉണ്ടായിരുന്നു, അതേപോലെ മൈനസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എറർ പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുക്കാം. പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ പ്ലസ് ഓർ മൈനസ് എറർ. ഫോർ എക്സാമ്പിൾ, ഒരു ക്വാണ്ടിറ്റിയുടെ മെഷേർഡ് വാല്യൂ എ ആണ്. മെഷേർഡ് വാല്യൂ എ, അതിലുള്ള എറർ ഡെൽറ്റ എ ആണെങ്കിൽ ട്രൂ വാല്യൂ എന്താ? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ ശ്രദ്ധിച്ചോ? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എറർ. അതേപോലെ ഒരു ക്വാണ്ടിറ്റിയുടെ മെഷേർഡ് വാല്യൂ ബി ആണ്, അതിൻ്റെ എറർ ഡെൽറ്റ എ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ട്രൂ വാല്യൂ ഡെൽറ്റ എ അല്ല ഡെൽറ്റ ബി ആണെങ്കിൽ എന്താ വരിക? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇനി ഒരു ക്വാണ്ടിറ്റിയുള്ള എറർ എക്സ് ആണ്, മെഷേർഡ് വാല്യൂ എക്സ് ആണ്. മെഷേർഡ് വാല്യൂ എക്സ്, എറർ ഡെൽറ്റ എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഓർ മൈനസ് എറർ എഴുതാം. ഇനി ഒരു ക്വാണ്ടിറ്റിയുടെ മെഷേർഡ് വാല്യൂ വൈ ആണ്. വൈ മെഷേർഡ് വാല്യൂവും ഡെൽറ്റ വൈ എറർ ആണെങ്കിൽ എങ്ങനെ എഴുതുക? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വൈ. ഇനി ഒരു ക്വാണ്ടിറ്റിയുടെ മെഷേർഡ് വാല്യൂ സെഡ് ആണ്. സെഡ് മെഷേർഡ് വാല്യൂ ഡെൽറ്റ സെഡ് എറർ ആണെങ്കിൽ വാട്ട് ഈസ് എ ട്രൂ വാല്യൂ? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഏതൊരു വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ മെഷർ ചെയ്യുന്ന സമയത്ത് എറർ സംഭവിച്ചേക്കാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ട്രൂ വാല്യൂ ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ പ്ലസ് ഓർ മൈനസ് എറർ. എങ്ങനെ പ്ലസ് ഓർ മൈനസ് വന്നത്? ഒന്നുകിൽ എറർ പ്ലസ് ആവാം, അല്ലെങ്കിൽ എറർ എന്തായിട്ട് മാറാം? മൈനസ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രൂ വാല്യൂ കിട്ടും. ട്രൂ വാല്യൂ കിട്ടുന്നതാണ് ആക്യുറേറ്റ് വാല്യൂ. അപ്പോൾ എന്താണ് ആക്യുറസി? അപ്പോൾ നിങ്ങൾ ഒരു വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ ആക്യുറേറ്റ്, കൃത്യമായിട്ട് അളക്കുക. എന്താ കൃത്യത എന്ന് പറഞ്ഞാൽ? ആക്യുറസി എന്താ? അതാ അറിയേണ്ടത്. ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത. എന്താ കൃത്യമായിട്ട് എടുക്കുക എന്നാൽ? നമ്മുടെ ഒരു വാല്യൂ മെഷർ ചെയ്യുന്ന സമയം ശ്രദ്ധിച്ച്, ഫോർ എക്സാമ്പിൾ ദ ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് 1.52. ഇതാണ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് 1.52. ശരിയല്ലേ? ഇവിടെ മെഷേർഡ് വാല്യൂ കിട്ടിയിരിക്കുന്നത്, മെഷേർഡ് വാല്യൂസ് കിട്ടിയിരിക്കുന്നത് ഒന്ന് 1.5 കിട്ടിയിട്ടുണ്ട്, 1.6 കിട്ടിയിട്ടുണ്ട്, 1.65 കിട്ടിയിട്ടുണ്ട്, 1.655, അതേപോലെ 1.45 ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് മോർ ആക്യുറേറ്റ് ആയിട്ടുള്ളത്? നിങ്ങൾക്ക് ഇങ്ങനെ ട്രൂ വാല്യൂ ഇതാണെന്നറിയാം. നിങ്ങൾ അളന്ന് കിട്ടിയ വാല്യൂസ് 3 പേര് അളന്നപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏതാ? ഏറ്റവും കൃത്യമായിട്ടുള്ള ഏതാ? 1.45 ആണോ? 1.655 ആണോ? 1.5 ആണോ? ഏതായിരിക്കും?
ഇവിടെ ഏറ്റവും കൃത്യമായി നമ്മൾ എടുക്കുക 1.5 അല്ലേ? എന്ത് 1.5 എടുക്കാൻ കാരണം ഈ 1.5 ആണ് ട്രൂ വാല്യൂവിന് ഏറ്റവും അടുത്തുള്ളത്. അതായത് എറർ ഏറ്റവും കുറവുള്ള ഏതിലാണ്? 1.5 നോക്കി 1.52 മൈനസ് 1.5 0.02 മാത്രമേ ഉള്ളൂ അതിൽ എറർ. അപ്പൊ എറർ കുറവുള്ളത്, എറർ കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? മെഷേർഡ് വാല്യൂ ഈസ് ക്ലോസർ ടു ട്രൂ വാല്യൂ. എറർ കുറയുന്നതിനനുസരിച്ച് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? മെഷേർഡ് വാല്യൂ അപ്രോച്ചസ് ടു ട്രൂ വാല്യൂ. അങ്ങനെ എറർ 0 ആയാലോ മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂ ഈക്വൽ ആവും. അപ്പം എന്താ സംഭവിക്കുന്നത്? എറർ കൂടാന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ നിന്ന് മെഷേർഡ് വാല്യൂ ഇങ്ങനെ അത് നമ്മുടെ വ്യത്യാസം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇതിൽ നിങ്ങൾ 1.5 മോർ ആക്യുറേറ്റ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് 1.5 മോർ ആക്യുറേറ്റ് ആയത്? ദാറ്റ് ഈസ് വെരി ക്ലോസർ ടു ട്രൂ വാല്യൂ. അതാണ് ട്രൂ വാല്യൂൻ്റെ ഏറ്റവും അടുത്തുള്ളത്. നിങ്ങൾ നോക്കി ഓരോ നമ്മൾ എറർ നോക്കുക. 1.52 മൈനസ് 1.5 ഇവിടുത്തെ എറർ 0.02 ആണ്. അടുത്ത 1.655 മൈനസ് അല്ലെങ്കിൽ 1.52 മൈനസ് 1.655 എത്ര കിട്ടുക? മൈനസ് 0.135 ശരിയല്ലേ? അതേപോലെ 1.52 മൈനസ് 1.45 എത്ര കിട്ടുക? മൈനസ് 0.07. നോക്കി ഇതിൽ എറർ ഏറ്റവും കുറവുള്ള ഏതിലാ? ഇത് മൈനസ് അല്ല പ്ലസ്. ഏതിൽ എറർ ഏറ്റവും കുറവുള്ളത്? 0.02 അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് മോർ ആക്യുറേറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അളക്കുക എന്ന് പറഞ്ഞാൽ തെറ്റുകൾ കുറച്ച് അളക്കുക, അതായത് എറർ കുറയ്ക്കുക. അപ്പോൾ നമുക്കറിയാം ആക്യുറസി ഈസ് ദ മെഷർ ഓഫ് ഹൗ ടു ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ടു ദി ട്രൂ വാല്യൂ. എന്താ പറഞ്ഞത്? മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂവിനോട്, നമ്മൾ അളന്നെടുത്ത വാല്യൂ യഥാർത്ഥ വിലയോട് എത്രത്തോളം അടുത്തു എന്ന് കാണിക്കുന്നതിൻ്റെ അളവ്, അതാണ് ആക്യുറസി. മോർ ആക്യുറേറ്റ് ആണെങ്കിൽ among this reading 1.5 is more accurate because it is very closer to true value. അതെന്തേ കാരണം? ഇതാണ് ട്രൂ വാല്യൂവിന് ഏറ്റവും അടുത്തുള്ളത്, അതുകൊണ്ട് അത് മോർ ആക്യുറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്യുറസി, കൃത്യമായിട്ട് അളക്കുന്നത്. ഇതിനെ കൂടെ ഒരു ടേം കൊണ്ട് പ്രിസിഷൻ. എന്താണ് പ്രിസിഷൻ? ശ്രദ്ധിച്ചോളൂ. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ്, അത് നമ്മൾ ചെറുതാക്കിയ ലിമിറ്റ് എത്രയാണ്, എത്രത്തോളം ചെറുതാക്കിയിട്ടുണ്ട് നോക്കിക്കോളൂ. ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. അപ്പം അതായത് ഇവിടെ 1നെ 10 ഭാഗമാക്കിയതിൽ നിന്ന്, അതായത് ഈ 0.5 നമുക്ക് എഴുതാം 0.5 എന്ന് പറഞ്ഞാൽ 5/10 അല്ലേ? 5/10 അല്ലേ? അതായത് ഇതിനെ 1നെ 10 ഭാഗമാക്കി, ആ 10ൽ നിന്ന് 5 ഭാഗമാണ്, അതായത് 1/10 5 എന്ന് എഴുതാം. അതേപോലെ അടുത്ത നോക്കിയേ 0.45 എടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ എഴുതുക? 45/100 എന്ന് എഴുതും. ശരിയല്ലേ? അതായത് 1നെ 100 ഭാഗമാക്കിയിൽ നിന്ന് 45 പാർട്ട്. അടുത്തതോ 0.655 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 655/1000. അപ്പോൾ 1നെ 1000 ഭാഗമാക്കിയിൽ നിന്ന് 655 പാർട്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഏറ്റവും ചെറുതാക്കിയത്. ശരിയല്ലേ? ഇതിലല്ലേ 1 ഏറ്റവും ചെറുതാക്കി, 1നെ 1000 ഭാഗമാക്കിയിട്ടുണ്ട്. ഇവിടെ 1നെ 100 ഭാഗമാക്കിയിട്ടേ ഉള്ളൂ, ഇവിടെ 1നെ 10 ഭാഗമാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടാക്കിയ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ചെറുതാക്കിയതാണോ അതാണ് മോർ പ്രിസൈസ്. അപ്പോൾ ഇതിൽ ഏതാ മോർ പ്രിസൈസ്? 1.655 ആണ് മോർ പ്രിസൈസ്. അപ്പോൾ ഈ പ്രിസിഷൻ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള നമ്പർ ഓഫ് ഡിജിറ്റ് നോക്കുക. ഡെസിമൽ പോയിന്റിന് ശേഷം നമ്പർ ഓഫ് ഡിജിറ്റ് കൂടുതലാണെങ്കിൽ അതായിരിക്കും മോർ പ്രിസൈസ്. നോക്കിയേ, ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളൂ, ഒരു ഡിജിറ്റാണ്. ഇവിടെ 2 ഡിജിറ്റാണ് ഉള്ളത്. ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്. അപ്പോൾ ഏതിനാണ് ഡിജിറ്റ് കൂടുതലുള്ളത്? ഇതിലല്ലേ 1.655 ഡിജിറ്റ് നമ്പർ ഓഫ് ഡിജിറ്റ് കൂടുതലുള്ളത്, അതാണ് മോർ പ്രിസൈസ്. അപ്പോൾ പ്രിസിഷൻ കൂടുന്ന സമയത്ത് ആക്യുറസി കൂടിക്കൊള്ളുന്നില്ല. ആക്യുറസി കൂടാം കുറയാം, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒന്ന് ആക്യുറസിയാണ്. ആക്യുറസി ഈസ് ദ മെഷർ ഓഫ് ഹൗ ടു ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ടു ദി ട്രൂ വാല്യൂ. നമ്മൾ അളന്നെടുത്ത വാല്യൂ യഥാർത്ഥ വിലയോട് എത്രത്തോളം അടുത്ത് കാണിക്കുന്ന ഫാക്ടറാണ് ആക്യുറസി. പ്രിസിഷൻ എന്ന് പറഞ്ഞാലോ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, എത്രത്തോളം ചെറുതാക്കിയിട്ടുണ്ട് അത് കാണിക്കുന്നതാണ്. അത് പ്രിസിഷൻ മോർ പ്രിസൈസ് എന്ന് കാണുക എങ്ങനെയാണ്? നമ്പർ ഓഫ് ഡിജിറ്റ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് കൂടുതലാണെങ്കിൽ അത് മോർ പ്രിസൈസ് ആയിരിക്കും. ഡെസിമൽ പോയിന്റിന് ശേഷം നമ്പർ ഓഫ് ഡിജിറ്റ് കുറവാണെങ്കിൽ അത് ലെസ് പ്രിസൈസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഇനി കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, അതായത് എററുകൾ കമ്പൈൻ ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യണം. അപ്പോൾ ലെങ്ത്ത് മെഷർ ചെയ്യണമെങ്കിൽ നമ്മുടെ ടാപ്പിന് ആ ബിൽഡിങ്ങിൽ അത്ര നീളം അല്ലെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം ആ ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് മളക്കും. എവിടെയാണോ എത്തിയത് അവിടെ അങ്ങോട്ട്, അതായത് നിങ്ങൾ സ്കെയിൽ, ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഈ ബോർഡിന് ലെങ്ത്ത് മെഷർ ചെയ്യുന്നു. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ബോർഡ് ലെങ്ത്ത് മെഷർ ചെയ്താൽ ഒരിക്കലും ഈ എൻഡ് മുതൽ ആ എൻഡ് ഒരു മീറ്റർ അല്ലല്ലോ. ആദ്യം ഇവിടുന്ന് ഒരു മീറ്റർ ഇവിടെ മെഷർ ചെയ്ത് ഇവിടെ എത്തി. ഇനി ഇവിടെ ഇങ്ങോട്ട് വീണ്ടും ഒരു മീറ്റർ മെഷർ ചെയ്തു, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യുമ്പം ടോട്ടൽ ലെങ്ത്ത് കിട്ടണമെങ്കിൽ ആദ്യത്തെ മെഷേർഡ് വാല്യൂ പ്ലസ് രണ്ടാമത്തെ മെഷേർഡ് വാല്യൂ ആണല്ലോ. അതായത് ആദ്യത്തെ മെഷേർഡ് വാല്യൂവിന് ഞാൻ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. ഒന്നാമത്തെ മെഷേർഡ് വാല്യൂ എ ആണ്, രണ്ടാമത്തെ മെഷേർഡ് വാല്യൂ ബി ആണ്, ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ്. Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇതാണ്. അപ്പോൾ രണ്ട് മെഷേർഡ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എ മെഷർ ചെയ്യുമ്പം അതിൽ എററുണ്ട്, ബി മെഷർ ചെയ്യുമ്പം അതിലും എററുണ്ട്. അപ്പോൾ എയിലും എററുണ്ട്, ബിയിലും എററുണ്ട്. എയിലും ബിയിലും എററുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ എറർ ഇൻ സെഡിലും എറർ ഉണ്ടാവുമല്ലോ. ആ സെഡിൽ എറർ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ എല്ലാത്തിൻ്റെയും ഇത് മെഷേർഡ് വാല്യൂ ആണ്, Z ഈസ് എ പ്ലസ് ബി. ഇനി എല്ലാത്തിനും ട്രൂ വാല്യൂ എടുക്കുക. എങ്ങനെ ട്രൂ വാല്യൂ എടുക്കുക? ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ മെഷേർഡ് വാല്യൂ പ്ലസ് ഓർ മൈനസ് എറർ. അങ്ങനെയാണെങ്കിൽ സെഡിൻ്റെ മെഷേർഡ് ട്രൂ വാല്യൂ എത്രയാ? Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z. എയുടേതോ? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ. അപ്പോൾ ശ്രദ്ധിച്ച്, Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇതല്ലേ? അപ്പോൾ നമ്മൾ എന്തെടുത്തു? ഇപ്പം ട്രൂ വാല്യൂ എടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് എററാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, Z ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എ ഉണ്ട്, എ ഇവിടെ ആരുണ്ട്? പ്ലസ് ബി ഉണ്ട്. പിന്നെന്താ ഇവിടെ ഉള്ളത്? പ്ലസ് ഓഫ് മൈനസ് ഡെൽറ്റ എ, ഇവിടെയും പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി, ശരിയല്ലേ? വാട്ട് ഈസ് എ പ്ലസ് ബി? ഈ എ പ്ലസ് ബി ആണ് എന്താ? എ പ്ലസ് ബി ആണ് Z അല്ലേ? എ പ്ലസ് ബി എന്താണ്? Z. അപ്പൊ ഈ Z-നെ ഈ ഭാഗത്തെ കൊണ്ട് എന്താ വരിക? Z ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഇവിടെ ഓൾറെഡി ഉള്ള Z അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z, ഈ Z കൂടെ മൈനസ് Z ഈസ് ഈക്വൽ ടു ഇതും കൊണ്ട് പോന്നു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. Z മൈനസ് Z ക്യാൻസൽ ചെയ്തു. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അങ്ങനെയാണെങ്കിൽ മാക്സിമം പോസിബിൾ എറർ എന്താ വരിക? മാക്സിമം പോസിബിൾ എറർ എത്ര വരിക? മാക്സിമം പോസിബിൾ എറർ ഡെൽറ്റ Z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇപ്പോൾ രണ്ട് ടേം, അതായത് സിമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: ഇഫ് Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, then ഡെൽറ്റ Z മാക്സിമം പോസിബിൾ ഡെൽറ്റ Z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അപ്പം നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഈ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. ഒന്നുകിൽ ഇത് പഠിക്കാം, ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി Z ഈസ് ഈക്വൽ എ മൈനസ് ബി. നമുക്ക് രണ്ട് വാല്യൂയുടെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡിഫറൻസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? Z ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ ശ്രദ്ധിച്ചോ, Z ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം Z ഈസ് ഈക്വൽ എ മൈനസ് ബി, ഇത് മെഷേർഡ് വാല്യൂവിൻ്റെ ഡിഫറൻസ് ആണ്. ഇനി ട്രൂ വാല്യൂ എടുത്താലോ, Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അവിടെ ചെയ്ത പോലെ തന്നെ എ പ്ലസ് ബി ഇങ്ങോട്ട് എടുത്തു. പിന്നെ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, പ്ലസ് അല്ല ഇവിടെ മൈനസ് അല്ലേ, മൈനസ് എ മൈനസ് ബി, എ ഇവിടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇതെന്താ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ Z ആണ്. ആ Z ഈ ഭാഗത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ഉണ്ട്. ഇതും കൂടെ മൈനസ് Z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. Z മൈനസ് Z പോയി. ഇവിടെയും എന്താ കിട്ടിയത്? മാക്സിമം പോസിബിൾ എറർ ഡെൽറ്റ Z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അപ്പോൾ Z ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെങ്കിലും
ഇഫ് z ഈസ് ഈക്വൽ എ പ്ലസ് ബി ആണെങ്കിലും z ഈസ് ഈക്വൽ എ മൈനസ് ബി ആണെങ്കിലും നമുക്ക് എന്ത് എഴുതാം, ദെൻ മാക്സിമം പോസിബിൾ എറർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. z ഈസ് ഈക്വൽ എ പ്ലസ് ബി ആണെങ്കിലും z ഈസ് ഈക്വൽ എ മൈനസ് ബി ആണെങ്കിലും മാക്സിമം പോസിബിൾ എറർ എത്രയാ? മാക്സിമം പോസിബിൾ എറർ ഡെൽറ്റ z ഈസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇവിടെ റിലേറ്റീവ് എറർ എന്തായിരിക്കും? ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു, ഇതല്ലേ റിലേറ്റീവ് എറർ, മീൻ അബ്സല്യൂട്ട് എറർ ബൈ മീൻ വാല്യൂ. അപ്പം മീൻ അബ്സല്യൂട്ട് ഡെൽറ്റ z എത്രയാ? ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ബൈ z എത്രയാ? എ പ്ലസ് ബി. നമുക്ക് ആവശ്യം ഉണ്ടാവുക z ഈസ് ഈക്വൽ എ പ്ലസ് ബി ആണെങ്കിൽ ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ബൈ എ പ്ലസ് ബി. അതേപോലെ z ഈസ് ഈക്വൽ എ മൈനസ് ബി ആണെങ്കിലും ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ബൈ എ മൈനസ് ബി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻസ് ടേം ആണെങ്കിലും എ മൈനസ് ബി ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് എ മൈനസ് ബി ആണെങ്കിലും എന്താണ്? ഡെൽറ്റ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. ഓക്കെ, ഞാൻ അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. രണ്ട് എക്സാമ്പിൾ പറയാൻ പോകുന്നു. ഒന്നാമത്തത്, ദ ലെങ്ത് ഓഫ് എ ഫീൽഡ് ഈസ് മെഷർഡ് ബൈ യൂസിങ് എ ടാപ്പ്. ദ വാല്യൂസ് ആർ, വാല്യൂസ് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ശ്രദ്ധിച്ചോളൂ. വാല്യൂസ് ഒന്ന് 10 പ്ലസ് ഓർ മൈനസ് 0.5 മീറ്റർ, രണ്ടാമത്തത് 5 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ. ഇത് രണ്ടാണ് മെഷേർഡ് വാല്യൂസ്. ഇത് രണ്ടാണ് ഗിവൺ വാല്യൂസ്. നമുക്ക് ഇവിടുന്ന് എന്തേ കാണേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫീൽഡ് ആൻഡ് ഇറ്റ്സ് എറർ. അതിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫീൽഡും കാണണം, അതേപോലെ എററും കാണണം. അപ്പോൾ നമ്മൾ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്? ഗിവൺ ഡാറ്റ 10 പ്ലസ് ഓർ മൈനസ് 0.5 മീറ്ററും 5 പ്ലസ് ഓർ മൈനസ് 0.2 മീറ്റർ അല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ഇതല്ലേ മെഷേർഡ് വാല്യൂ, ഇതിനെ എ എന്ന് വിളിച്ചു. ഇതിൽ എറർ അല്ലേ ഇതിനെ ഡെൽറ്റ എന്ന് വിളിച്ചു. ഓക്കെ, ഇതൊരു മെഷേർഡ് വാല്യൂ ആണ്, ഞാൻ ഇതിനെ ബി എന്ന് വിളിച്ചു. ഇതിലെ എററിനെ ഡെൽറ്റ ബി എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് ടോട്ടൽ കാണണമെങ്കിൽ ടോട്ടൽ ലെങ്ത് z ആണ്. അപ്പോൾ z ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി എന്ന് എഴുതാം. z ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ ഇവിടുത്തെ z എത്രയാ? എ എത്രയാ? 10 പ്ലസ് ബി എത്രയാ? 5. അപ്പോൾ നമുക്ക് എഴുതാം 15 മീറ്റർ എന്ന് എഴുതാം. ഇതാണ് എന്ത്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫീൽഡ് കിട്ടി. ഇനി എറർ കാണണ്ടേ? എറർ എങ്ങനെ കാണുക? z ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെങ്കിൽ എറർ ഡെൽറ്റ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി അല്ലേ. ഇതല്ലേ എറർ. ഡെൽറ്റ എ എത്രയാ? 0.5 പ്ലസ് ഡെൽറ്റ ബി ഓ 0.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7. ഇതാണ് എറർ. അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം 15 പ്ലസ് ഓർ മൈനസ് 0.7 മീറ്റർ. ഇതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫീൽഡ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ രണ്ട് തവണയായിട്ട് മെഷർ ചെയ്ത സമയത്ത് ആദ്യം 10 പ്ലസ് ഇത് വാല്യൂ കിട്ടി, രണ്ടാമത് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൽ എറർ 2 നമുക്ക് കിട്ടിയതാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ദ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഇൻക്രീസസ് ഫ്രം 20 പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ് ടു എങ്ങോട്ടാണ്? 70 പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇപ്പോൾ 20യിൽ നിന്ന് 70യിലേക്ക് ഇൻക്രീസ് ചെയ്തു. എന്തേ കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് എറർ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കാണണം. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇതാണ്, ഇത് ഫൈനൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഞാൻ എന്താ വിളിക്കേണ്ടത്? എ എന്ന് വിളിക്കണോ അല്ലെങ്കിൽ ടി എ എന്ന് വിളിക്കണോ? എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഇത് ഞാൻ എ എന്ന് വിളിച്ചു. ഇതിൽ എറർ ഡെൽറ്റ എ, ഇത് ബി, ഇത് ഡെൽറ്റ ബി. അപ്പോൾ നമുക്ക് കണ്ടത് എയിൽ നിന്ന് ബി വരെ ഇൻക്രീസ് ചെയ്തു, അതായത് 20യിൽ നിന്ന് 70 വരെ ഇൻക്രീസ് ചെയ്തു.
20 നിന്ന് 70 വരെ ഇൻക്രീസ് ചെയ്താൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ഇതിന് എ നോക്കിയ പരമായിട്ട് T1 എടുത്തോളൂ. ഇത് ഡെൽറ്റ T1, ഇത് T2, ഇതോ ഡെൽറ്റ T2 ഇനീഷ്യൽ നമ്പർ. അപ്പം ശ്രദ്ധിച്ചോ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എങ്ങനെ കാണാം? ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ശരിയല്ലേ? 20 മുതൽ 70 വരെ ഇൻക്രീസ് ചെയ്താൽ എങ്ങനെ ഇൻക്രീസ് കാണുക? 70 നിന്ന് 20 മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര കിട്ടുക? ശ്രദ്ധിച്ചോ, T2 മൈനസ് T1 ദാറ്റ് ഈസ് 70 മൈനസ് 20 ഈക്വൽ ടു 50. അപ്പോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇതിലെ എറർ കാണണ്ടേ? മാക്സിമം പോസിബിൾ എറർ എന്താ? ശ്രദ്ധിക്കുക, T is equal to T2 minus T1 ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ T is equal to T2 minus T1 ആണെങ്കിൽ ഡെൽറ്റ T is equal to ഡെൽറ്റ T2 പ്ലസ് ഡെൽറ്റ T1. ശരിയല്ലേ? ഓക്കെ, Z is equal to A minus B ആണെങ്കിൽ ഡെൽറ്റ Z is equal to ഡെൽറ്റ A പ്ലസ് ഡെൽറ്റ B അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ T2 എത്രയാണെന്ന് നോക്ക്. ഡെൽറ്റ T2 1 പ്ലസ് ഡെൽറ്റ T1 1 പ്ലസ് 1 2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് എഴുതാണെങ്കിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 50 പ്ലസ് ഓർ മൈനസ് 2 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് എഴുതിക്കോളൂ. ശ്രദ്ധിച്ചോളൂ, ഒരു ഹോംവർക്കായിട്ട് ഇവിടെ ഇതേപോലെ തന്നെ പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ ഇതാണ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഇൻക്രീസസ് ഫ്രം 10 പ്ലസ് ഓർ മൈനസ് 0.5 ഡിഗ്രി സെൽഷ്യസ് ടു 55 പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. കാൽക്കുലേറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് എറർ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇത് ഹോംവർക്ക് ഒന്ന് ചെയ്യാം കേട്ടോ. അതായത് 10 നിന്ന് 55 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ എറർ കാണാം. ഇതാണ് നമ്മൾ സം ടേം വരുന്ന സമയത്തും ഡിഫറൻസ് ടേം വരുന്ന സമയത്തും എറർ. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തും ഡിവൈഡ് ചെയ്യുന്ന സമയത്തും സംഭവിക്കുന്ന എററുകൾ നോക്കാം. അതായത് നമുക്ക് ഈ ബോർഡിൻ്റെ ഏരിയ കാണും. ഈ ബോർഡിൻ്റെ ഏരിയ കാണണമെങ്കിൽ ആദ്യമായിട്ട് ലെങ്ത്ത് മെഷർ ചെയ്യുന്നു, പിന്നെയോ ബ്രെഡ്ത്ത് മെഷർ ചെയ്യുന്നു. അപ്പം ലെങ്ത്ത് മെഷർ ചെയ്യുന്ന സമയത്തും എറർ സംഭവിക്കാം, അതേപോലെ ബ്രെഡ്ത്ത് മെഷർ ചെയ്യുന്ന സമയത്തും എറർ സംഭവിക്കാം. അപ്പം ലെങ്ത്തിലും ബ്രെഡ്ത്തിലും എറർ ഉണ്ടെങ്കിൽ ഏരിയയിലും എറർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ലെങ്ത്തിന് ഞാൻ എ എന്ന് വിളിച്ചു, ബ്രെഡ്ത്തിനെ ബി എന്ന് വിളിച്ചു, ഏരിയനെ Z എന്ന് വിളിച്ചു. അപ്പോൾ Z ഈസ് ഈക്വൽ ടു AB, A ഇൻറ്റു B. ഇതിലെ എറർ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഇതിപ്പോൾ മെഷേർഡ് വാല്യൂ അല്ലേ, നമുക്ക് ട്രൂ വാല്യൂ എടുക്കാം. എങ്ങനെ ട്രൂ വാല്യൂ വരിക? പറ. Z ട്രൂ വാല്യൂ Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z. ഓക്കെ, എൻ്റെ ട്രൂ വാല്യൂ A പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A ഇൻറ്റു ബിൻ്റെ ട്രൂ വാല്യൂ B പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ B. ഇവിടെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പം ആദ്യം A ഇൻറ്റു B, AB, പിന്നെ A ഇൻറ്റു ഡെൽറ്റ B. അവിടെ ചിഹ്നം പ്ലസ് ഓർ മൈനസ് A ഡെൽറ്റ B. ഇനിയോ രണ്ടാമത് എന്താ? ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പം B ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A ഇൻറ്റു B എന്നാണെങ്കിൽ B ഇൻറ്റു ഡെൽറ്റ A എന്ന് എഴുതി. കാരണം 1 ഇൻറ്റു 2ഉം 2 ഇൻറ്റു 1ഉം ഈക്വൽ അല്ലേ? 1 ഇൻറ്റു 2ഉം 2 ഇൻറ്റു 1ഉം ഈക്വൽ. അപ്പോൾ A ഇൻറ്റു ബിയും B ഇൻറ്റു 1ഉം ഈക്വൽ ആണല്ലോ. പ്ലസ് ഇനി തരാ ഡെൽറ്റ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A ഇൻറ്റു ഡെൽറ്റ B. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡെൽറ്റ A വെരി സ്മോൾ ആയിരിക്കുമല്ലോ. എറർ വളരെ കുറച്ചല്ലേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അത് കൂടുതൽ എററും കുറഞ്ഞ വാല്യൂ ആവോ? ഇല്ല, എറർ വളരെ കുറച്ചാണ്. അപ്പോൾ ഡെൽറ്റ A ഇൻറ്റു ഡെൽറ്റ B എന്ന് പറഞ്ഞാൽ എറർ വളരെ കുറവാണല്ലോ. അപ്പോൾ ഡെൽറ്റ A ഇൻറ്റു ഡെൽറ്റ B ബിക്കം വെരി സ്മോൾ.
ഫോർ എക്സാമ്പിൾ ഡെൽറ്റ എ 0.1 ഡെൽറ്റ ബിയും 0.1 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 0.1 ഇൻറ്റു 0.1 0.01 വളരെ ചെറുതാണ്. സോ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഈസ് വെരി സ്മോൾ, വളരെ ചെറുതായതുകൊണ്ട് സോ ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് കമ്പയറിങ് വിത്ത് അതർ ടേംസ്. ബാക്കിയുള്ള ടേമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അതായത് 1000 പ്ലസ് 0.01 1000.01 തരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1000 നോക്കി റൗണ്ട് ചെയ്യാമല്ലോ, 0.01 ഒഴിവാക്കാം. അതേപോലെ അത്രയും ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. അതേപോലെ ഈ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ആരാ, എ ഇൻറ്റു ബി സെഡ് അല്ലേ. അപ്പോൾ ഇതിനെ മാറ്റം വരുത്തിയാൽ എങ്ങനെ എഴുതുക, ശ്രദ്ധിക്കുക, സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു എ ബിൻ്റെ സ്ഥാനത്ത് സെഡ് പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ. ഈ സെഡും ഈ സെഡും സെഡ് മൈനസ് സെഡ് 0 ആയിപ്പോയി. അപ്പം മാക്സിമം പോസിബിൾ എറർ, മാക്സിമം പോസിബിൾ എറർ എത്ര, മാക്സിമം പോസിബിൾ എറർ ശ്രദ്ധിക്കുക, ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു എ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എ. അപ്പം z ഈസ് ഈക്വൽ ടു എ ബി ആണെങ്കിൽ മാക്സിമം പോസിബിൾ എറർ ഡെൽറ്റ z ഈസ് ഈക്വൽ ടു എ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എ. ഇനി ഇതിൽ നമുക്ക് റിലേറ്റീവ് എറർ എന്ന് കാണാം. എങ്ങനെ, ഡെൽറ്റ z ബൈ z ഈക്വൽ ടു എ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എ ബൈ z. ബൈ z എന്ന് പറഞ്ഞാൽ എന്താണ്, z എന്ന് പറഞ്ഞാൽ എ ബി അല്ലേ, ബൈ എ ബി. അപ്പോൾ രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയും എയും പോയി, ബിയും ബിയും പോയി. അപ്പോൾ ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ എ ബൈ ഇ ഓർ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു z ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ മാക്സിമം പോസിബിൾ എറർ ഡെൽറ്റ z ഈസ് ഈക്വൽ ടു എ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എ ആൻഡ് റിലേറ്റീവ് എറർ ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ച് ഒരുപാട് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇതേപോലെ z ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണെങ്കിലോ, z ഈസ് ഈക്വൽ ടു എ ബൈ ബി ആണെങ്കിലും എന്തെന്നാ കിട്ടുക നമുക്ക്, ഇവിടെ ട്രൂ വാല്യൂ എടുത്ത് റീഅറേഞ്ച് ചെയ്താൽ നേരത്തെ ചെയ്ത പോലെ തന്നെ റീഅറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയും മാക്സിമം പോസിബിൾ എറർ ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡി. പ്രൂഫ് വേണോ, വേണമെങ്കിൽ പറഞ്ഞുതരാം. മാക്സിമം പോസിബിൾ എറർ z ഈസ് എ ബൈ ബി, സോറി റിലേറ്റീവ് എറർ z ഈസ് എ ബൈ ബി ആണെങ്കിൽ z ഈസ് ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആണ്. ഇതിലെ പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പ്രൂഫ് എന്താ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. എങ്ങനെ പ്രൂഫ്, z ഈസ് എ ബൈ ബി ആണെങ്കിൽ ട്രൂ വാല്യൂ എടുക്കുമ്പം z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ശരിയല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഇതേപോലെ തന്നെ ഇത് നിങ്ങൾ 1/x = x raised to -1 എന്ന് പഠിച്ചില്ലേ. 1/x = x raised to -1. അപ്പം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, x raised to -1 ഫോമിലേക്ക് മാറ്റാം. അതിനെന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം ഡിനോമിനേറ്ററിൽ നിന്ന് ബി പുറത്തെടുക്കണം, എന്നിട്ട് ബി പുറത്തെടുത്തിട്ട് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. എങ്ങനെ ശ്രദ്ധിച്ചോളൂ, z പ്ലസ് ഓർ മൈനസ്, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു, എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ ഇവിടുന്ന് ബി പുറത്തെടുത്താൽ ബാക്കി 1 ഉണ്ടാവും. 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. അത് എവിടുന്ന് കിട്ടിയതാ, അതായത് ഡെൽറ്റ ബി പുറത്തെടുക്കാനല്ല, അപ്പോൾ ഇൻറ്റു ബി ബൈ ബി ചെയ്താൽ പോലെ, ഇൻറ്റു ബി ബൈ ബി. അപ്പോൾ ഈ ബി പുറത്തെടുത്താൽ പിന്നെ ബൈ ബി അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? ഇനി ഇതിനെ മേലേക്ക് എടുത്താൽ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ ബി ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി ഓൾ റൈസ്ഡ് ടു -1.
ഓക്കെ, ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ a/b പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a/b. a/b z ആണ്. അപ്പോൾ z ക്യാൻസലായി പോവും. പിന്നെയോ നമുക്ക് എന്ത് മാത്രമുള്ളത്? z ഡെൽറ്റ z മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഡെൽറ്റ z റീഅറേഞ്ച് ചെയ്താൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 1 + x all raised to n is equal to 1 + x all raised to n is equal to 1 + nx plus n × n - 1 × x² + 2 + x ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ടേംസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ഡെൽറ്റ b/b വെരി സ്മോൾ ആയിരിക്കും. ഡെൽറ്റ b എററാണ്, b മെഷേർഡ് വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഹയർ പവേഴ്സ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്താൽ 1 + x all raised to n is equal to 1 + nx എഴുതാം. ഇനി 1 + x all raised to -1 എന്നാണെങ്കിൽ 1 - x എഴുതാം. അതാ 1 - 1 × x. അതേ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതുന്നു. ഇതിനെ മാറ്റി എഴുതിയാൽ ശ്രദ്ധിച്ച് a പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ a/b ഇൻറ്റു 1 മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഡെൽറ്റ b/b. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ കറക്റ്റ് ആൻസറായി. a/b ഇവിടെ ഡെൽറ്റ a/b. ഇതെന്ത് ചെയ്യാം? a/b എന്ന സ്ഥാനത്ത് z കൊടുക്കാം. അപ്പം ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ കിട്ടുക? ഈ ഫോമിലേക്ക് കിട്ടും. ഡെൽറ്റ z/z is equal to ഡെൽറ്റ a/a പ്ലസ് ഡെൽറ്റ b/b. അപ്പോൾ z is equal to a × b ആണെങ്കിലും z is equal to a/b ആണെങ്കിലും ഡെൽറ്റ z/z is equal to നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ a/a പ്ലസ് ഡെൽറ്റ b/b. ഓക്കെ, അപ്പോൾ ഇതിന് 1-2 എക്സാമ്പിൾസ് നോക്കിക്കോളൂ. The length and breadth of a rectangle is length and breadth of a rectangle is ഒരു റെക്റ്റാങ്കിൾ ലെങ്ത് തന്നിരിക്കുന്നത് 10 ± 0.2 cm and breadth 5 ± 0.1 cm. നിങ്ങൾ കാണാൻ പോകുന്നത് ഫൈൻഡ് ഏരിയ ആൻഡ് ഇറ്റ്സ് എറർ. ഏരിയയും കാണണം, അതിലെ എററും കാണണം. അപ്പം ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത്തിൻ്റെ സ്ഥാനത്ത് L എന്ന് കൊടുക്കാം, ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് B എന്ന് കൊടുക്കാം. ഇത് മെഷേർഡ് ലെങ്ത്ത്, അതിലെ എറർ ഡെൽറ്റ L. ഇത് മെഷേർഡ് ബ്രെഡ്ത്ത്, അതിലെ എറർ ഡെൽറ്റ B. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. അപ്പോൾ എത്ര കിട്ടുന്നത്? ലെങ്ത് എത്രയാ? 10 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ ഏരിയ എത്ര കിട്ടി? 50 കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ഇതിൽ എറർ കാണണം. ഇതിൽ എറർ കാണാൻ വേണ്ടിയിട്ട് മാക്സിമം പോസിബിൾ എറർ എന്താ? ഡെൽറ്റ a ഈസ് ഈക്വൽ ടു L ഡെൽറ്റ b പ്ലസ് b ഡെൽറ്റ L. അതായത് a ഡെൽറ്റ b പ്ലസ് b ഡെൽറ്റ a. അതായത് L എത്രയാ? L 10 ഡെൽറ്റ b 0.1 പ്ലസ് b ഡെൽറ്റ L b 5 × 0.2 10 × 0.1 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ എററും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ഏരിയ ആണെങ്കിൽ 50 ± 2 cm² കിട്ടും. ഓക്കെ, ഇനി നിങ്ങളോട് ഇതിൽ പെർസെൻറ്റേജ് ആണ് ചോദിച്ചതെങ്കിലോ വാട്ട് ഈസ് ദ ഹൗ മെനി പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഏരിയ അങ്ങനെ ചോദിച്ചെങ്കിലോ ഏരിയയിൽ പെർസെൻറ്റേജ് എററാണ് കാണുന്നതെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ a/a. അതായത് a ഈസ് ഈക്വൽ ടു L × b ആണെങ്കിൽ ഡെൽറ്റ a/a ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? z ഈസ് ഈക്വൽ ടു ab ആണെങ്കിൽ ഡെൽറ്റ z/z ഈസ് ഈക്വൽ ടു ഡെൽറ്റ a/a പ്ലസ് ഡെൽറ്റ b/b അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഡെൽറ്റ. പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ റിലേറ്റീവ് എറർ × 100. അപ്പോൾ റിലേറ്റീവ് എറർ എത്ര കിട്ടി? ശ്രദ്ധിച്ച് ഇത് × 100. അപ്പോൾ ഡെൽറ്റ a/a × 100 ഇതാണ് പെർസെൻറ്റേജ് എറർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ L/L × 100 പ്ലസ് ഡെൽറ്റ b/b × 100. എത്ര കിട്ടുക? ഡെൽറ്റ L/L × 100. ഡെൽറ്റ L എത്രയാ? 0.2 ബൈ L എത്രയാ? 10 × 100 പ്ലസ് ഡെൽറ്റ b 0.1
by 5 into 100. 0.2 into 20 by 10, 2. 0.1 into 100, 10 by 5, 2. അപ്പോൾ 4%. ഇപ്പോൾ പെർസെൻറ്റേജ് എറർ കാണാൻ വന്നെങ്കിൽ ഇങ്ങനെ കാണണം. പെർസെൻറ്റേജ് എറർ 4% എന്ന് കിട്ടി. അതേ സമയത്ത് നിങ്ങൾ ഏരിയയും അതിൽ എറർ കണ്ടുപിടിക്കാൻ വന്നെങ്കിൽ ഏരിയ ഡയറക്റ്റായി ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു. അതിൽ എറർ z ഈസിക്കൽ എ ബി ആണെങ്കിൽ ഡെൽറ്റ z ഈസിക്കൽ ടു എ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എ. ആ ഫോമിൽ ഇതേപോലെ നമ്മൾ എഴുതി. എ ഈസിക്കൽ എൽ ബി ആണെങ്കിൽ ഡെൽറ്റ എൽ ഈസിക്കൽ ടു എൽ ഡെൽറ്റ ബി പ്ലസ് ബി ഡെൽറ്റ എൽ. അത് ചർച്ച ചെയ്യുമ്പോൾ 2 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ആണ് ചോദിച്ചതെങ്കിൽ കറക്റ്റ് ഏരിയ ഈസിക്കൽ എത്രയാ? 50 ± 2 cm². ഇതാണ് ഏരിയ, കറക്റ്റ് ഏരിയ. ഇനി നിങ്ങളോട് ചോദിച്ചത് എറർ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ ആണെങ്കിൽ 4%. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കണം. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഏരിയയും അതിൽ എററാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതല്ല പെർസെൻറ്റേജ് എററാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് നോക്കണം. പെർസെൻറ്റേജ് എറർ ആണെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതേ സമയത്ത് ഏരിയ ആണ് കാണേണ്ടതെങ്കിൽ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതേപോലെ കണ്ടുപിടിക്കാം ഏരിയയും അതിൽ എററും. അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഫൈൻഡ് ദ ഏരിയ ആൻഡ് ഇറ്റ്സ് എറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ പകരമായി ചോദിക്കുന്നത് ഫൈൻഡ് ദ എറർ ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് ഏരിയ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഏരിയ ചോദിച്ചിട്ടില്ല, എറർ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഏരിയ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എത്ര എറർ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഏരിയ പറയുന്നില്ലെങ്കിൽ പെർസെൻറ്റേജ് പറയുള്ളൂ. എത്ര ശതമാനം? 4% എറർ ഉണ്ട് ഏരിയയിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കേണ്ടത് ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ആൻഡ് ഇറ്റ്സ് എറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. 50 ± 2 cm². ഇനി നിങ്ങൾ ചോദിച്ചത് ഫൈൻഡ് ദ ഏരിയ ഇൻ ദി ഫൈൻഡ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഏരിയ എന്ന് ചോദിച്ചു. ഫൈൻഡ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഏരിയ. എറർ മാത്രമേ ചോദിച്ചില്ലെങ്കിൽ, ഏരിയ ചോദിച്ചില്ല, എറർ മാത്രമേ ചോദിച്ചില്ലെങ്കിൽ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം 4%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഒരു ബ്ലോക്കിൻ്റെ മാസ് 100 ± 2 ഗ്രാമും അതേപോലെ തന്നെ വോളിയം 5 ± 0.2 cm³ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എറർ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഡെൻസിറ്റി? ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തുള്ള എറർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായി ഡെൻസിറ്റി കാണാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇവിടെ നോക്കിയാൽ മാസ് തന്നെ 100 ആണ്. ഇപ്പോൾ എം അതിൽ എറർ ഡെൽറ്റ എം 2 ആണ്. വോളിയം 5 ആണ് തന്നത്, അതിൽ എറർ ഡെൽറ്റ വി 0.2 ആണ്. അപ്പോൾ നമുക്കിവിടെ ഡെൻസിറ്റി ആണെങ്കിൽ z ഈസിക്കൽ എ ബൈ ബി ആണെങ്കിൽ ഡെൽറ്റ z ബൈ z ഈസിക്കൽ ടു ഡെൽറ്റ ഡി ബൈ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് ഡെൽറ്റ വി ബൈ വി. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. കാരണം നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ എറർ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി കാൽക്കുലേറ്റ് സമയത്തുള്ള എറർ എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ എറർ മാത്രം ചോദിച്ചാൽ അത് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു എന്താ? ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100. ഇവിടെ ശ്രദ്ധിച്ച് ഡെൽറ്റ എം ബൈ എം, ഡെൽറ്റ എം എത്രയാ? 2 ബൈ എം 100 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ വി എത്രയാ? 0.2 ബൈ വി എത്രയാ? 5 ഇൻറ്റു 100. 100 കട്ട് ചെയ്താൽ 2, 0.2 ഇൻറ്റു 100 20 ബൈ 5 4. അപ്പോൾ നമുക്ക് കിട്ടുക 6% ആണ് എറർ. ഓക്കെ, അപ്പോൾ 6% എററാണ് കിട്ടിയത്. അപ്പോൾ z ഈസിക്കൽ എ ബൈ ബി ആണ്. ഡെൽറ്റ z ബൈ z ഈസിക്കൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അത് ഞാൻ നേരത്തെ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ എഴുതിയായിരുന്നു. വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാതെ പെട്ടെന്ന് ആൻസർ എത്താൻ വേണ്ടി ഞാനിത് എഴുതിയായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഈ ഫോമിലേക്ക് വേണം എത്തിച്ച് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, ഇവിടെ z പ്ലസ് ഡെൽറ്റ ഇതിന് എ ബൈ ബി, ഇതിന് നമുക്ക് എ ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ ബി ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാം. ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത ആൻസറായി. അപ്പോൾ നോക്കിയേ 1 എ ബൈ ബി എ ബൈ ബി എ ബൈ ബി, പിന്നെ എ ബൈ ബി ഇൻറ്റു ഡെൽറ്റ എ ബൈ ബി എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എ ബൈ ബി ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി
പിന്നെ പ്ലസ് ഡെൽറ്റ എ ബൈ ബി പ്ലസ് ഓർ മൈനസ്, പിന്നെ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ ബി ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഇവിടെയും ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി വെരി സ്മോൾ ആണ്, അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. നെഗ്ലക്റ്റ് ചെയ്താൽ ഈ ടേം പോയി, ഈ ടേം പോയി. പിന്നെയോ ഇവിടെ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ആണ്, എ ബൈ ബി സെഡ് ആണ്, ഈ സെഡ് ആണ്, സെഡ് സെഡ് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് പറഞ്ഞാൽ സെഡ് ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ ബി. ഇതിന് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഒന്ന് ഡിവൈഡ് ചെയ്ത ആൻസർ ആയല്ലോ. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു ഇതിനെ സെഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ സെഡ് ഡിവൈഡ് ചെയ്താൽ ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഇതിനെ സെഡ് ഡിവൈഡ് ചെയ്താൽ ഡെൽറ്റ എ ബൈ ബി സെഡ്. അപ്പോൾ ഇതിനെ ശ്രദ്ധിച്ചോളൂ, ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ എ ബൈ ബി സെഡ്, ബി ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആണ്. അപ്പോൾ ഈ ബിയും ബിയും കട്ട് ചെയ്താൽ ബാക്കി എന്താ കിട്ടിയെന്ന് നോക്കിയേ, ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ എ ബൈ എ. അപ്പോൾ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതാണ് ഇക്വേഷൻ, ഫുൾ ഡെറിവേഷൻ. ഓക്കെ, നേരത്തെ ഞാൻ ഡെറിവേഷൻ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുതിയതായിരുന്നു. ഇനി ഡൗട്ട് വരികയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫുൾ ഡെറിവേഷൻ ചെയ്തത്. നമുക്കിതിന് ഡെറിവേഷൻ്റെ ആവശ്യമല്ല, നമുക്ക് ഈ 4 ഇക്വേഷൻ മാത്രം മതി. അതായത് Z is equal a plus b ആണ്, ഡെൽറ്റ z is equal ഡെൽറ്റ a plus ഡെൽറ്റ b. Z is a minus b ആണെങ്കിലും ഡെൽറ്റ z is equal ഡെൽറ്റ a plus ഡെൽറ്റ b. Z is equal a into b ആണെങ്കിലും Z is equal a by b ആണെങ്കിലും ഡെൽറ്റ z by z is equal to ഡെൽറ്റ a by a plus ഡെൽറ്റ b by b. ഇനി ശ്രദ്ധിക്കുക, എറർ ഇൻ ദ പവർ റേസ്ഡ് ടു എ ക്വാണ്ടിറ്റി. അതായത് ശ്രദ്ധിക്കുക, z is equal to a സ്ക്വയർ ആണെങ്കിൽ എറർ എങ്ങനെ കാണുക? ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, a into a എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു എന്താ വരിക, എ ബി ആണെങ്കിൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്നല്ലേ. അതേ ഫോമിൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബിൻ്റെ സ്ഥാനത്തും എ ആണ്, എ ബൈ എ, അതായത് 2 ഡെൽറ്റ എ ബൈ എ എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി സെഡ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് ആണ്, എന്താ വരിക, എ ക്യൂബ് ആണെങ്കിൽ എ ഇൻറ്റു എ, അതായത് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു പറ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ സി ബൈ സി. അപ്പോൾ ഇതിനൊക്കെ സ്ഥാനത്ത് എന്താ ഉള്ളത്, എ തന്നെയാണുള്ളത്. അപ്പോൾ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ ബൈ ഡെൽറ്റ എ ബൈ എ, അതായത് 3 ഡെൽറ്റ എ ബൈ എ. ശരിയാണോ? എ സ്ക്വയർ ആയപ്പോൾ 2 ഡെൽറ്റ എ ബൈ എ ക്യൂബ് ആയപ്പോൾ 3 ഡെൽറ്റ എ ബൈ എ റൈസ് ടു 4 ആണെങ്കിലോ 4 ഡെൽറ്റ എ ബൈ എ റൈസ് ടു 5 ആണെങ്കിലോ 5 ഡെൽറ്റ എ ബൈ എ. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു കെ ആണെങ്കിൽ, ഇഫ് z is equal to a raised to k ആണെങ്കിൽ then delta z by z is equal to എങ്ങനെ എഴുതാം, k into delta a by a. ഓക്കെ, അപ്പോൾ z is equal a raised to k ആണെങ്കിൽ ഡെൽറ്റ z by z is equal to k into delta a by a. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്താലോ കുറച്ചെണ്ണമായിട്ട്. അതായത് അടുത്തത് z is equal to എ സ്ക്വയർ ബി ക്യൂബ്. ഇതെന്താ വരിക, എ സ്ക്വയർ ബി ക്യൂബ് ആണെങ്കിൽ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു എന്താ വരിക, എ സ്ക്വയർ റിലേറ്റീവ് എറർ പ്ലസ് ബി ക്യൂബ് റിലേറ്റീവ് എറർ. എ സ്ക്വയർ റിലേറ്റീവ് എറർ എങ്ങനെ എഴുതുക, 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ബി ക്യൂബ് ഉള്ളതാണെങ്കിലോ 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിലോ z is equal to c root d. ഇങ്ങനെയാണെങ്കിലോ റൂട്ട് ഡി റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സി ഇൻറ്റു ഡി റൈസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ എന്താ വരിക, ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു ഇതിലെ റിലേറ്റീവ് എറർ ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡി റൈസ് ടു 1/2 റിലേറ്റീവ് എറർ 1/2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ക്ലിയർ ആണോ? ഇനി അടുത്തത് z ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ റൂട്ട് ബി സി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം, എ സ്ക്വയർ ബൈ റൂട്ട് ബി സിന് ബി സി റൈസ് ടു 1/2 എന്ന് എഴുതാം. ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അതായത് എ സ്ക്വയർ ബൈ
ബി റൈസ് ടു 1/2 സി റൈസ് ടു 1/2. ഇതിൽ എറർ എങ്ങനെ കാണാം? ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ റിലേറ്റീവ് പറഞ്ഞ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ബി റൈസ് ടു 1/2 പറഞ്ഞ ബി റൈസ് ടു 1/2 റിലേറ്റീവ് പറഞ്ഞ 1/2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് സി റൈസ് ടു 1/2 പറഞ്ഞ 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് എറർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് എറർ കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 2%. അപ്പോൾ റേഡിയസ് ഓഫ് എ സ്ഫിയർ, ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് മെഷർ ചെയ്ത സമയത്തുള്ള എറർ 2%. അതായത് പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ്. അതെങ്ങനെ എഴുതുക? പെർസെൻറ്റേജ് റേഡിയസ് ആർ ആണെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. അത് 2% തന്നു. അതായത് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 2% തന്നു. പിന്നെയോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ ആൻഡ് വോളിയം? ഏരിയയിലുള്ള പെർസെൻറ്റേജ് എററും വോളിയത്തിലുള്ള പെർസെൻറ്റേജ് എററും. ഏരിയ എന്താ? ഒരു സ്ഫിയർ ആണെങ്കിൽ ഏരിയ എ ഇസ് ഈക്വൽ ടു 4πr². അപ്പോൾ ഡെൽറ്റ എ ബൈ എ കണ്ടത് ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു 4π. ഈ 4π നമ്മൾ മെഷർ ചെയ്യുന്നതല്ല, അപ്പോൾ അതിൽ എറർ ഉണ്ടാവില്ല. കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റിൽ ഒന്നും എറർ ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല എറർ സംഭവിക്കുന്നത്. 4 നമ്മൾ മെഷർ ചെയ്യുന്നില്ല, പയ്യൻ നമ്മൾ മെഷർ ചെയ്യുന്നില്ല, അത് രണ്ടിലും എറർ ഇല്ലല്ലോ. പിന്നെ എറർ ഏത് മാത്രമാണ്? r² എറർ ഉള്ളത്. r² റിലേറ്റീവ് എറർ എങ്ങനെ എഴുതുക? 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ശരിയാണോ? അപ്പോൾ നമുക്ക് എഴുതാം പെർസെൻറ്റേജ് എറർ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ശരിയല്ലേ? അപ്പോൾ എത്ര വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 എത്രയാ? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4%. അപ്പോൾ റേഡിയസിൽ 2% ആണെങ്കിൽ ഏരിയയിലുള്ളത് എത്രയാണ്? 4%. ഇനി വോളിയത്തിൽ എറർ കാണും. എങ്ങനെ വോളിയം കാണാം? വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്ഫിയർ? വി ഈസ് ഈക്വൽ ടു 4/3πr³. ശരിയല്ലേ? ഇതിൽ എറർ എഴുതുമ്പോൾ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു 4/3π നമ്മൾ മെഷർ ചെയ്യുന്നില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ അതിൽ എറർ ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിൽ മാത്രമല്ല r³ എറർ. r³ എങ്ങനെ എഴുതുക? 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. വാട്ട് ഈസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100? 2%. അപ്പോൾ 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6%. ക്ലിയർ ആണോ? ക്ലിയർ? ഇനി അടുത്തത് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് എ എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ്. ഒരു ക്യൂബിൻ്റെ എഡ്ജ് മെഷർ ചെയ്യുന്ന സമയത്തുള്ള എറർ 1%. നമ്മൾ എഡ്ജ് എ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്നത് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 1% തന്നു. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ ആൻഡ് വോളിയം? ഏരിയയിലും വോളിയത്തിലുള്ള പെർസെൻറ്റേജ് എറർ കാണും. അപ്പോൾ എങ്ങനെ കാണുക? ഏരിയ നമുക്കറിയാം, ഒരു ക്യൂബാണെങ്കിൽ ക്യൂബിന് 6 ഫേസ് ഉണ്ടാവുക. 6a² ആണ് ക്യൂബിൻ്റെ ഏരിയ. ഇതിൽ എറർ കാണുമ്പം ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു 6ൽ എറർ ഇല്ലല്ലോ, കാരണം മെഷർ ചെയ്യുന്നില്ല. a² എറർ എന്താ? 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. പെർസെൻറ്റേജ് ആക്കും. ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. വാട്ട് ഈസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100? 1. അപ്പോൾ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2%. ഓക്കെ. ഇനി വോളിയം ആണെങ്കിലും വോളിയത്തിൽ ഇറങ്ങാനാണ്. വോളിയം നിങ്ങൾ പഠിച്ചത് വോളിയം ഇസ് ഈക്വൽ ടു a³ a³ ആണെങ്കിൽ വോളിയം ഇസ് ഈക്വൽ a³ ആണെങ്കിൽ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അപ്പോൾ പെർസെൻറ്റേജ് എടുത്താൽ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 എത്രയാ? 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3%. അപ്പോൾ നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. ഇനി
ഒരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യണം, കോമ്പിനേഷൻ ഒരു പ്രോബ്ലം, അത് കഴിഞ്ഞ് 2 ഹോംവർക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ ക്വാണ്ടിറ്റി എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി ക്യൂബ് ബൈ സി റൂട്ട് ഡി. ഇതാണ് തന്നത്. ദ പെർസെൻറ്റേജ് എറർ ഇൻ എ ബി ആൻഡ് സി ആർ C and D are 1%, 2%, 3% and 4%. അപ്പോൾ എ ഉള്ള പെർസെൻറ്റേജ് എറർ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. ബി ഉള്ള പെർസെൻറ്റേജ് എറർ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2 തന്നു. സി ഉള്ള പെർസെൻറ്റേജ് എറർ ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 3 തന്നു. ഡി ഉള്ള പെർസെൻറ്റേജ് എറർ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 4 തന്നു. ഇതാണ് ഗിവൺ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ എക്സ്. എക്സിലുള്ള പെർസെൻറ്റേജ് എറർ കണ്ടത്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുന്നു. എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി ക്യൂബ് ബൈ സി റൂട്ട് ഡി എന്ന് ഞാൻ എന്ത് ചെയ്തു, ഡി റൈസ് ടു 1/2 എന്ന് എഴുതി. കാരണം റൂട്ട് എക്സ് എന്ന എക്സ് റൈസ് ടു 1/2 ആണല്ലോ. ഇനി ഇങ്ങനെ കോമ്പിനേഷൻ വന്ന എറർ കാണാൻ നമ്മൾ പഠിച്ചതാണല്ലോ. ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയറിലെ എറർ എന്താ, 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ബി ക്യൂബിൽ എറർ എന്താ, 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. പ്ലസ് ആണ്, ബൈ അല്ല. സി എറർ ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡി റൈസ് ടു 1/2 എറർ ഹാഫ് ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഇനി പെർസെൻറ്റേജ് കാണാൻ ഇതിൻ്റെ പെർസെൻറ്റേജ് കാണും. ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. വട്ട് ഈസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100? 1 പ്ലസ് ഇവിടെ എന്താണ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. അത് എത്രയാ, 2 പ്ലസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 3 പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 എത്രയാ, 4. അപ്പോൾ നോക്കിയേ, 2 ഇൻറ്റു 1 2, 3 ഇൻറ്റു 2 6 പ്ലസ് 3 1/2 ഇൻറ്റു 4 2, 2 6 8 11 13%. ഓക്കെ, ഇതാണ് എറർ കാണുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് സിറ്റുവേഷനിൽ എറർ കാണുന്ന പ്രോബ്ലംസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹോംവർക്കുകൾ ശ്രദ്ധിച്ചോളൂ. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് മെഷേർഡ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മെഷർ ചെയ്തു. ലെങ്ത്ത് തന്നിരിക്കുന്നത് ലെങ്ത്ത് ഈക്വൽ ടു 20 ± 1 സെൻറ്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 10 ± 0.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി കാണാമുള്ളത് ഫൈൻഡ് ഏരിയ ആൻഡ് ഇറ്റ്സ് എറർ. ഫൈൻഡ് ഏരിയ ആൻഡ് ഇറ്റ്സ് എറർ. അപ്പോൾ ഏരിയയും എററും കണ്ടാൽ മതി, പെർസെൻറ്റേജ് കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി വേണമെങ്കിൽ ഇതിനെന്ത് ചെയ്തോളൂ, ഇതൊരു കാര്യം ചെയ്തു. രണ്ടാമത്തത് ഫൈൻഡ് പെർസെൻറ്റേജ് എറർ. പെർസെൻറ്റേജ് ഓഫ് എറർ എന്ന് കണ്ടോളൂ, പെർസെൻറ്റേജ് ഓഫ് എററും കാണാം. ഇത് ഒന്നാമത്തെ പ്രോബ്ലം. ഇനി ഇത് എ ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് എ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 3%. എറർ ഇൻ റേഡിയസ്, എറർ ഇൻ റേഡിയസ് ഓഫ് എ sphere 3%. Find percentage error in area and volume. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തത്, എ ക്വാണ്ടിറ്റി പി ഇസ് ഈക്വൽ ടു എ റൂട്ട് ബി ബൈ സി ക്യൂബ്. Percentage error in A is 2%, B percentage error B is 4%, percentage error in C is 1%. Calculate percentage error in P. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ചെയ്യാം. എന്നിട്ട്
ഇതിൻ്റെ ഈ 3 ക്വസ്റ്റ്യൻ്റെയും 3 നേരത്തെ നിന്ന് 4 ക്വസ്റ്റ്യൻ, ഈ 4 ക്വസ്റ്റ്യൻ്റെയും ആൻസർ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. അല്ലാതെ ഇതിൽ നോക്കി ചെയ്യരുത്. ക്വസ്റ്റ്യൻ ആദ്യം ഒരു തവണ നിങ്ങൾ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, താങ്ക് യു.